കേരള പാഠാവലി സ്റ്റാൻഡേർഡ് 6-ലെ മനോഹരമായ ഒരു കവിതയാണ് ജീവനുള്ള പാട്ട്. മലയാളത്തിലെ പ്രശസ്തനായ കവി ജി കുമാരപിള്ളയാണ് ഈ കവിത രചിച്ചിട്ടുള്ളത്. കവിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ജി കുമാരപിള്ള 1923 ഓഗസ്റ്റ് 23 ആണ് ഇദ്ദേഹം ജനിച്ചത്. പി കുമാരപിള്ളയുടെയും പാർവതി അമ്മയുടെയും മകനായിരുന്നു ഇദ്ദേഹം. കേരള സാഹിത്യ അക്കാദമി അംഗം, കേരള സർവകലാശാല സെനറ്റ് അംഗം, സിനിമാ ഗാനരചയിതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അരളിപ്പൂക്കൾ, മരുഭൂമിയുടെ കിനാവുകൾ, ഓർമ്മയുടെ സുഗന്ധം, സപ്തസ്വരം എന്നിവയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, ആശാൻ പുരസ്കാരം എന്നിവ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഗന്ധർവ ബാലൻ്റെ വശ്യസുന്ദരമായ ഗാനത്തിൽ ആകൃഷ്ടയായി എല്ലാം മറന്നു നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഗാനം എന്നത് ആരെയും വശീകരിക്കുന്ന ഒന്നാണ്. ഇവിടെ ഗന്ധർവ ബാലൻ്റെ സംഗീതം കേൾക്കുന്നതിനൊപ്പം തന്നെ അവൻ്റെ രൂപമൊന്നു കാണാൻ പെൺകുട്ടി ആഗ്രഹിക്കുന്നു. അതിനാൽ തൻ്റെ ജനലിൻ്റെ അരികിൽ അല്പനേരം നിശബ്ദനായി ഒന്ന് നിൽക്കണേ, ഞാനൊന്ന് കാണട്ടെ എന്ന് പെൺകുട്ടി ആ ബാലനോട് അഭ്യർത്ഥിക്കുന്നു. ഇനി കവിത നമുക്ക് ഈണത്തിൽ ചൊല്ലാം. കവിത ജീവനുള്ള പാട്ട്. കാട്ടുപുൽത്തണ്ടിലത്ഭുതോദാരമാം പാട്ടുപാടുന്ന ഗന്ധർവ ബാലക, ഈ ജനാലതൻ മുന്നിലരക്ഷണം മൂകനായൊന്നു നിന്നിട്ടു പോകുമോ? കാട്ടുപുൽത്തണ്ടിലത്ഭുതോദാരമാം പാട്ടുപാടുന്ന ഗന്ധർവ ബാലക, ഈ ജനാലതൻ മുന്നിലരക്ഷണം മൂകനായൊന്നു നിന്നിട്ടു പോകുമോ? താവകോജ്വല ഗാനത്തിൽ നിന്നു ഞാൻ വേർതിരിഞ്ഞൊന്നു കാണട്ടെ നിൻമുഖം, ഗാനലോലനായെന്നെന്നു മന്തിയിൽ ഈ വഴിക്കു നീ പോകുന്ന വേളയിൽ. ലോലമാകുമാ പുല്ലാങ്കുഴലിലെ നാദലോക മഹാത്ഭുതധാരയിൽ ലീനയായി സ്വയം സർവവും വിസ്മരി ചാനദാസ്യയായി നിന്നു പോകുന്നു ഞാൻ. കാൺമതില്ല ഞാനൊന്നോ മമേയമാം ആത്മവിസ്മൃതി പുൽകുമാവേളയിൽ, അങ്ങു ദൂരെ നിൻ ദിവ്യഗാനാമൃതം അന്തിവാനിലലിഞ്ഞു ചേർന്നിടവേ. എന്തിനോ ഹാ പ്രദക്ഷിണം വയ്ക്കയാം നിന്റെ ചുറ്റിലും മാമക കൗതുകം, കാട്ടുപുൽത്തണ്ടിലത്ഭുതോദാരമാം പാട്ടുണർത്തുന്ന ഗന്ധർവ ബാലക, ഈ ജനാലതൻ മുന്നിലരക്ഷണം മൂകനായൊന്നു നിന്നിട്ടു പോകണേ. കാട്ടുപുൽത്തണ്ടിലത്ഭുതോദാരനാം പാട്ടുപാടുന്ന ഗന്ധർവ ബാലക, കാട്ടുപുൽത്തണ്ടിലത്ഭുതോദാരമാം പാട്ടുപാടുന്ന ഗന്ധർവ ബാലക, ഈ ജനാലതൻ മുന്നിലരക്ഷണം മൂകനായൊന്നു നിന്നിട്ടു പോകുമോ? മൂകനായൊന്നു നിന്നിട്ടു പോകുമോ?